ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ണം വൈദ്യം കൊടുത്ത മരുന്ന് ചന്തു എടുത്തുകൊണ്ട് പോയ കാര്യം ദേവരാജനൊക്കെ കണ്ണം വൈദ്യനെ അറിയിച്ചിട്ടുണ്ട്. ജനാർദ്ദനനെ വെച്ച് ചന്തുവിനെ സ്വാധീനിക്കാനാണെന്ന് തോന്നുന്നു. കണ്ണം വൈദ്യൻ ചന്തുവിൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ജനാർദ്ദനുമായിട്ട് സംസാരിച്ചിരിക്കുമ്പോഴാണ് ചന്തു അങ്ങോട്ട് വരുന്നത്. വൈദ്യൻ എന്തൊക്കെയോ ചന്തുവിനോട് പറയുന്നുണ്ട്. അവൻ തിരിച്ചു പറയും, പരിശോധനയിൽ മുറിവെണ്ണ അല്ല എന്നാണ് റിസൾട്ടെങ്കിൽ വൈദ്യരും പ്രതിയാകുമല്ലോ. അത് കേൾക്കുമ്പോൾ അയാളുടെ മുഖമൊക്കെ അങ്ങ് മാറുന്നുണ്ട്. വലിയ പേടിയൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. ഇതിൽ നിന്ന് ഈസി ആയിട്ട് ഊരിപ്പോരാന്നായിരിക്കും അയാൾ ചിന്തിക്കുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ റിസൾട്ട് വരാൻ എത്ര ദിവസം എടുക്കുമെന്ന് പറയാൻ പറ്റില്ല. എത്രയും വേഗം തന്നെ റിസൾട്ട് വന്ന് ദേവുവിനെ വൈദ്യനെ എല്ലാം പൂട്ടട്ടെ. വൈദ്യനും ദേവും കാണിച്ച ഈ ഒരു പ്രവൃത്തിയിൽ നിന്നും അവർ രക്ഷപ്പെടരുത്. അവർക്ക് ഇതിന് തക്കതായ ശിക്ഷ തന്നെ കിട്ടണം. വൈദ്യൻ ഒരു എപ്പിസോഡിൽ പറയുന്നുണ്ടായിരുന്നു, ചന്ദ്രബാബുവിനെ ഞാനല്ലേ നേരെയാക്കി എടുത്തത് പരിക്ക് പറ്റി വന്നപ്പോൾ, അതിൻ്റെ ഒരു നന്ദി പോലും അവൻ എന്നോട് കാണിച്ചില്ല എന്ന്. ബാക്കിയുള്ളവരുടെ ജീവിതം ഇല്ലാതാക്കി അവരുടെ ഇഷ്ടത്തിന് കൊണ്ടുവരാൻ ശ്രമിക്കുക വൈദ്യനെ, എന്നിട്ടാണ് മറ്റൊരാൾ നന്ദി കാണിച്ചില്ല എന്ന് പറയുന്നത്. ആദ്യം ദേവുവിനെ കാണാൻ കണ്ണം വൈദ്യൻ്റെ അവിടെ അഭി എത്തിയപ്പം തന്നെ അയാളോട് പറഞ്ഞതാ അവനൊരു പെൺകുട്ടി ഇഷ്ടമാണെന്നും, പിന്നീട് എൻഗേജ്മെന്റ് ആയപ്പോഴും പറഞ്ഞതാ. അന്നേരം വൈദ്യം തന്നെയാണ് പറഞ്ഞത്, ഇപ്പം ഈ കാര്യം ദേവരാജനെ ഒന്നും അറിയിക്കേണ്ട, ഇതൊരു നാടകമല്ലേ, കുഴപ്പമില്ല എന്ന്. എന്നിട്ട് ദേവരാജനോടൊക്കെ വൈദ്യം പറയും, നമ്മളുടെ കൊച്ചിൻ്റെ ഭാവിയല്ലേ നമ്മൾ നോക്കേണ്ടത്, അഭിയുടെ കാര്യം നമ്മൾ വേറെ ശ്രദ്ധിക്കാൻ പോകണ്ട, നമ്മളുടെ കൊച്ചിൻ്റെ ജീവിതം സുരക്ഷിതാക്കണം, അഭിയെ കൊണ്ട് കെട്ടിക്കണം എന്നും പറഞ്ഞാണ് വൈദ്യം കെട്ടിച്ചത്. എത്രയൊക്കെയാന്ന് പറഞ്ഞാലും ദേവരാജൻ ആദ്യമൊന്നും താല്പര്യം ഇല്ലായിരുന്നു. ഈ വൈദ്യം പറഞ്ഞാ അയാളുടെ മനസ്സും മാറിയത്. ഇതിൽ ഒന്നാം പ്രതി വൈദ്യം തന്നെയാണ്. അങ്ങനെ അവസാനം അഭിഷേകിനെ കാണാൻ പ്രമീള അവൻ്റെ റൂമിൽ എത്തുന്നുണ്ട്. പ്രമീളെ കാണുമ്പം അഭിഷേകിന് ഒരു അമ്പരപ്പൊക്കെയാണ്. പ്രമീള അവിടെ ഇല്ല എന്നാണല്ലോ ദേവ് പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത്. പ്രമീള തിരികെ വന്നതായിട്ടായിരിക്കും അഭി കരുതുന്നത്. എന്താണേലും പ്രമീളെ ആ സമയം കാണുമ്പം അഭിക്ക് സമാധാനവും സങ്കടവും എല്ലാം കൂടിയാണ് വരുന്നത്. കരഞ്ഞോണ്ട് അഭി പറയുന്നുണ്ട്, എൻ്റെ അമ്മ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥ വരുമായിരുന്നു ആൻറ്റീന്ന്. അത് കേൾക്കുമ്പം പ്രമീളയ്ക്കും സങ്കടം വരും. പ്രമീളയും നല്ലപോലെ കരയുന്നുണ്ട്. അഭിഷേകിനെ എഴുന്നേറ്റിരിക്കാനൊക്കെ അവർ സഹായിക്കുന്നുമുണ്ട്. അഭിഷേകിന് ഇത്രയും ദിവസം ഉള്ളിൽ അടക്കി പിടിച്ച സങ്കടം എല്ലാം പ്രമീളെ കാണുമ്പം പുറത്തോട്ട് വരും. ഗായത്രി ദേവി തിരികെ വന്ന് കഴിയുമ്പം ദേവുവിനെ സപ്പോർട്ട് ചെയ്തു നിൽക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമാണ്. ആദ്യമേ തന്നെ അഭിയോട് ദേവു ചെയ്തത് ഓരോന്നും ഗായത്രി ദേവി അറിയുവാണെങ്കിൽ, അതുപോലെ തന്നെ ഇഷയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് അഭിഷേകിൻ്റെ ആന്നും കൂടി അറിയുവാണെങ്കിൽ അഭിയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും. ഇല്ലെങ്കിൽ ദേവു ഒക്കെ എന്തെങ്കിലും പറഞ്ഞാൽ ഗായത്രിയെ ദേവുവിൻ്റെ കൂടെ നിർത്താനേ നോക്കത്തുള്ളൂ. അഭിക്കത് വീണ്ടും ഒരു പണിയായി മാറരുത്. ദേവുവിൻ്റെ കണ്ണ് വെട്ടിച്ച് തന്നെയായിരിക്കും പ്രമീള അഭിയുടെ റൂമിൽ കയറിയത്. ഈ ചന്തു ഇന്ന് വന്ന് സംസാരിച്ചതും അതിനൊരു കാരണമായിരിക്കാം. എന്താണേലും നന്നായി, അഭിയെ കാണാനുള്ളൊരു മനസ്സുണ്ടായല്ലോ. ഇപ്പോഴെങ്കിലും അഭി അനുഭവിക്കുന്നത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഇനി ദേവു ഭീഷണിപ്പെടുത്തിയാലും വഴക്ക് പറഞ്ഞാലും പ്രമീള മാറി നിൽക്കരുത്. അഭിയുടെ കൂടെ അവൻ്റെ അമ്മയായി നിന്ന് അവന് വേണ്ട എല്ലാ സപ്പോർട്ടും കൊടുക്കണം. ഇന്നത്തെ എപ്പിസോഡിൽ പ്രമീള പറയുന്നുണ്ടായിരുന്നു, ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ കയറി ചെല്ലുന്നതിന് ഒരു പരിധിയില്ലേ, അതിപ്പോൾ അമ്മയാണെങ്കിൽ പോലും ഒന്ന്. പക്ഷേ ഏതൊരു അമ്മയാണെങ്കിലും മകനെ കാണാതിരിക്കുമോ? അതും മകൻ ഈ ഒരു അവസ്ഥയിൽ കിടക്കുമ്പം അവൻ്റെ സുഖവിവരം അന്വേഷിച്ച് അവൻ്റെ കാണാനും ആ കൂടെ കുറച്ച് സമയങ്ങളിൽ നിൽക്കാനല്ലേ ശ്രമിക്കത്തുള്ളൂ, അത് ഒരു വീട്ടിൽ കഴിയുമ്പം. ജയരാമൻ ഗായത്രിയായിട്ട് വേറൊരു വീട്ടിൽ ചെന്നിട്ടുണ്ട്. ഗായത്രി കിടന്നുറങ്ങുമ്പം ജയരാമൻ അവളുടെ കൈ പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഒരിക്കലും നിന്നെ ഞാൻ ഇനി കൈ വിടില്ല ഗായത്രിന്ന്. ജയരാമൻ ഇനിയെങ്കിലും നല്ല രീതിയിൽ വന്നാൽ മതി, ഇനിയെങ്കിലും ഗായത്രിയോടൊത്ത് സന്തോഷത്തോടെ ജീവിക്കാൻ അയാൾക്ക് സാധിക്കട്ടെ.